ഒരു വമ്പൻ രാജവെമ്പാലയാണ്. അതിനെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. പക്ഷേ ആ ശ്രമത്തെ എങ്ങനെയാണ് അവൻ ചെറുക്കുന്നത് എന്നൊന്ന് കാണുമോ? നീ ആരാണ് എന്നെ കൂട്ടിലാക്കാനെന്നുള്ള ലൈനിലായിരുന്നു രാജവെമ്പാല. എന്തായാലും അവസാനം അദ്ദേഹം ആ ദൗത്യത്തിൽ വിജയിച്ചു. അർജുൻ, ഇത് എവിടെയായിരുന്നു? നമ്മളീ കണ്ട എത്ര സമയങ്ങളിൽ തന്നെ പിടികൂടിയോ? 2 ദിവസം മുൻപ്, അതായത് ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഹരിദ്വാറിലെ സഖാർ ബസ്തി എന്ന് പറയുന്ന പ്രദേശത്തെ നാട്ടുകാരാണ് ആദ്യം ഈ രാജവെമ്പാലയെ കാണുന്നത്. 15 അടി നീളമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ എളുപ്പത്തിൽ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ബാബ സുരേഷിൻ്റെയൊക്കെ ദൃശ്യങ്ങളിൽ എങ്ങനെയാണ് വളരെ സൂക്ഷ്മതയോടുകൂടി അദ്ദേഹം രാജവെമ്പാലയെല്ലാം തന്നെ പിടികൂടി കാട്ടിലേക്കെല്ലാം തന്നെ കൊണ്ടുപോകുന്നത് എന്ന്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ ഉള്ളത് അത് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ് ആ പാമ്പിനെ പിടികൂടാൻ ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പരിശീലനത്തിൻ്റെ കുറവുണ്ടോ എന്നുള്ള സംശയം നമുക്ക് തോന്നിപ്പോവും. 2 പേരാണ്. ആദ്യം ഒരാളാണ്, പിന്നീട് രണ്ടാമത്തെ ആളും കൂടി വരുന്നു. ഒരു ചാക്കിലേക്ക് പാമ്പിനെ ആ കയ്യിലുള്ള ആ ഒരു വടി കൊണ്ട് അതിൻ്റെ ദിശ മാറ്റി ആ ചാക്കിനകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. പക്ഷേ ആ ശ്രമമെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. പല തവണയും ആ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ അപായത്തിലാകുന്ന ഒരു അവസ്ഥയാണ്. അതായത് പാമ്പ് കൊത്താൻ പോകുന്നുണ്ട്. രാജവെമ്പാലയാണ്. പരിശീലനം കൃത്യമായി ലഭിക്കാത്ത ഉദ്യോഗസ്ഥരാണോ അവിടെ പാമ്പ് പിടുത്തത്തിന് ഇറങ്ങിയത് എന്ന സംശയം അത് തന്നെയാണ് സമൂഹ മാധ്യമത്തിലായാലും ഇപ്പോൾ ആളുകൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കുറച്ച് നേരം ആളുകൾ പണിപ്പെട്ടാണെങ്കിൽ പോലും പാമ്പിനെ പിടികൂടി പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് കൊണ്ടുപോയി തുറന്നു വിടാൻ സാധിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. ഹരിദ്വാറാണ്, ഒരുപാട് തീർത്ഥാടകർ എത്തുന്ന സ്ഥലമാണ്. മാത്രമല്ല നമ്മളെ നാട്ടിലെ പോലെ തന്നെ രാജവെമ്പാലയെ അധികം കണ്ടിട്ടുള്ള ആളുകളുമായിരിക്കില്ല, ഇത്തരത്തിലുള്ള ദൗത്യങ്ങളും കണ്ടിട്ടുള്ള ആളുകളായിരിക്കില്ല. ഒരുപക്ഷെ പരിശീലനത്തിൽ കുറവൊക്കെ തന്നെ ഉണ്ടാകാം. ആ പരിശീലന കുറവെല്ലാം തന്നെ മെച്ചപ്പെടുത്തി അവർക്ക് മുന്നോട്ട് പോയി ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്കൊന്നും പോകാതെ അതിനെ പിടികൂടാൻ കഴിഞ്ഞ ആശ്വാസമാണ്. എന്തായാലും അത്തരക്കാർക്ക് കുറച്ചുകൂടി പരിശീലനമൊക്കെ നൽകാൻ കൂടെ അവിടെ ശ്രമിക്കട്ടെ. അപ്പോൾ ശരി അർജുൻ.